ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 32 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 33 മുതൽ 37 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫറഅയ്തല്ലസീ തവല്ലാ വഅഅ്താ ഖലീലൻ വഅക്ദാ അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീമല്ലസീ വഫാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആരും സ്വയം പ്രശംസിച്ച് കാണിക്കരുത്. മാത്രവുമല്ല, ഏറ്റവും നന്നായിട്ട് സൂക്ഷ്മത പാലിക്കുന്നവൻ ആരാണ് എന്നും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ശേഷം അള്ളാഹു പറയുന്നു, അഫറ ഐത്തല്ലസീ തവല്ല. അഫറ ഐത്ത, റഅ കണ്ടു, റഅയ്ത നീ കണ്ടു. ഈ പദം ചെറിയ സൂറത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ, റഅയ്ത എന്നുള്ള പദം. അറഅയ്തല്ലസീ യുകസ്സിബു ബിദ്ദീൻ. റഅയ്ത നീ കണ്ടു. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയതുകൊണ്ട് താങ്കൾ കണ്ടു. അതിന് മുമ്പിൽ ഫ എന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ എന്നാൽ, എന്നാൽ താങ്കൾ കണ്ടു. അതിൻ്റെ മുമ്പിൽ ഒരു ഹംസയുണ്ട്, അത് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അഫറ ഐത്ത, എന്നാൽ താങ്കൾ കണ്ടുവോ. ശരിക്ക് അറ ഐത്ത എന്നുള്ളതിൻ്റെ ഇടയിൽ ഫ വന്നു എന്നേ ഉള്ളൂ. ആ റ ഐത്ത അതിൻ്റെ ഇടയിൽ ഫ വന്നു, അഫറ ഐത്ത എന്നായി. അറ ഐത്ത എന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ടുവോ. അതിൻ്റെ ഇടയ്ക്ക് ഫ വരുമ്പോൾ എന്നാൽ താങ്കൾ കണ്ടുവോ. ഫ എന്ന് പറഞ്ഞാൽ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ. അപ്പോൾ താങ്കൾ കണ്ടുവോ, എന്നാൽ താങ്കൾ കണ്ടുവോ. ആരെ? അല്ലസീ തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ പിന്മാറി, പിന്തിരിഞ്ഞു എന്നൊക്കെയാണ്. അതിൻ്റെ മുമ്പിൽ അല്ലസീ എന്ന് വരുമ്പോൾ അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവനായ. അല്ലസീ തവല്ല, പിന്മാറിയവൻ. അപ്പോൾ അഫറ ഐത്തല്ലസീ തവല്ല, പിന്മാറിയവനെ എന്നാൽ താങ്കൾ കണ്ടുവോ. അടുത്ത ആയത്ത്, വ ആഴ്ത്ത ഖലീലൻ വ അക്ദ. വ ആഴ്ത്ത, ആഴ്ത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ്. വ ആഴ്ത്ത അവൻ കൊടുക്കുകയും ചെയ്തു. വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. വ ആഴ്ത്ത അവൻ കൊടുക്കുകയും ചെയ്തു. ഖലീലൻ കുറച്ച്, അല്പം. വ അക്ദ, അക്ദ എന്ന് പറഞ്ഞാൽ നിർത്തിവെച്ചു എന്നാണ്. സാധാരണഗതിയിൽ ഈ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് പാറ കണ്ടാൽ ആ കുഴിക്കുന്നത് അവിടെ നിർത്തിവെക്കുമല്ലോ, പിന്നെ കുഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിർത്തിവെക്കുന്നതിനാണ് പൊതുവേ ഈ പദം ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നിർത്തിവെച്ചു എന്നുള്ള അർത്ഥം കൊടുക്കാം. വ അക്ദ നിർത്തിവെക്കുകയും ചെയ്തു. വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ പിന്നീട്, എന്നിട്ട് എന്നൊക്കെ അതിനർത്ഥം കൊടുക്കാം. എന്നിട്ട് അവൻ നിർത്തിവെക്കുകയും ചെയ്തു, പിന്നീട് അവൻ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അഅ്ത ഖലീലൻ വ അക്ദ, അവൻ കുറച്ച് മാത്രം കൊടുക്കുകയും എന്നിട്ട് നിർത്തിവെക്കുകയും ചെയ്തു. അടുത്ത ആയത്ത്, അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ. അഇൻദഹു, ഇൻദ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഇൻദഹു അവൻ്റെ അടുത്ത്. അതിൻ്റെ മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹംസയുണ്ട്, അപ്പോൾ അഇൻദഹു എന്ന് പറയുമ്പോൾ അവൻ്റെ അടുക്കലുണ്ടോ അല്ലെങ്കിൽ അവൻ്റെ അടുക്കലാണോ. ഇൽമുൽ ഗൈബി, ഇൽമു എന്ന് പറഞ്ഞാൽ അറിവ്, ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ അല്ലെങ്കിൽ അബൗദികമായ. ഇൽമുൽ ഗൈബി അബൗദികമായ അറിവ്, അദൃശ്യജ്ഞാനം, അദൃശ്യമായ അറിവ്. ഫഹുവ യറാ, ഫ എന്നിട്ട് ഹുവ അവൻ, യറാ യറാ കാണുന്നു അല്ലെങ്കിൽ കാണും. റഅ എന്നുള്ളതിൻ്റെ മുദാരിയാണ് യറാ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറാ കാണും, കാണുന്നു. അപ്പോൾ ഫഹുവ യറാ എന്നിട്ട് അവൻ കാണുന്നു അല്ലെങ്കിൽ കാണും. ഇതും ആ തുടക്കത്തിലുള്ള ചോദ്യത്തിലേക്ക്, ഐൻദഹു എന്ന് പറഞ്ഞല്ലോ, അവൻ്റെ അടുക്കലുണ്ടോ, അതിലേക്ക് ഇതും ചേർക്കണം. അപ്പോൾ ഫഹുവ യറാ എന്നിട്ട് അവൻ കാണുന്നുവോ, കാണുന്നുണ്ടോ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഐൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ, അവൻ്റെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടോ അല്ലെങ്കിൽ അബൗദികമായ അറിവ് അവൻ്റെ അടുക്കലുണ്ടോ, എന്നിട്ട് അവൻ കാണുന്നുവോ, എന്നിട്ട് അവൻ കാണുന്നുണ്ടോ. അടുത്തായത്, അം ലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ. അം അഥവാ അല്ലെങ്കിൽ അതല്ല. ലം, ആ ലം എന്നുള്ളത് ഇല്ല, അല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. യുനബ്ബഅ, നബ്ബഅ എന്ന് പറഞ്ഞാൽ വാർത്ത അറിയിച്ചു എന്നാണ്. അതിൻ്റെ മുളാരി യുനബ്ബിഉ എന്നാണ്, വാർത്ത അറിയിക്കും, വാർത്ത അറിയിക്കുന്നു.
അതിൻ്റെ മജ്ഹൂൽ രൂപം യുനബ്ബഉ എന്ന്. യുനബ്ബഉ എന്ന് പറയുമ്പോൾ വാർത്ത അറിയിക്കപ്പെടുന്നു. അതിന് മുമ്പിൽ ലം വരുമ്പോൾ ലം യുനബ്ബ, വാർത്ത അറിയിക്കപ്പെട്ടില്ല. അം ലം യുനബ്ബ, അഥവാ വാർത്ത അറിയിക്കപ്പെട്ടില്ലയോ, അല്ലെങ്കിൽ അതല്ല വാർത്ത അറിയിക്കപ്പെട്ടിട്ടില്ലേ. ബിമാ ഫി സുഹഫി മൂസ, ബി എന്ന് പറഞ്ഞാൽ പറ്റി, കൊണ്ട്, ഓട്, അതിനെക്കുറിച്ച് പല അർത്ഥങ്ങളുണ്ട്. മാ എന്ന് പറഞ്ഞാൽ അത്, അപ്പോൾ ബിമാ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി. ഫി സുഹഫി, സുഹഫ് ഏടുകൾ, സഹീഫത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുഹഫ്. ഫി സുഹഫി ഏടുകളിൽ ഉള്ള, അല്ലെങ്കിൽ ഏടുകളിൽ. മൂസ മൂസയുടെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം ലം യുനബ്ബ ബിമാ ഫി സുഹഫി മൂസ, മൂസായുടെ ഏടുകളിലുള്ളതിനെപ്പറ്റി അവന് വിവരം അറിയിച്ചിട്ടില്ലേ. അടുത്ത ആയത്ത് വ ഇബ്രാഹിം അല്ലസി വഫ, വ ഇബ്രാഹിമ, ഇബ്രാഹിമിൻ്റെയും എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. ഇബ്രാഹിമിൻ്റെയും ഏടുകളിൽ ഉള്ളതിനെ പറ്റി എന്നാണ്. അല്ലസി വഫ, വഫ എന്ന് പറഞ്ഞാൽ നിറവേറ്റി. അല്ലസി വഫ, നിറവേറ്റിയവൻ. വെറും വഫ എന്ന് പറയുമ്പോൾ നിറവേറ്റി, അതിനു മുമ്പിൽ അല്ലസി ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവനായ. അപ്പോൾ അല്ലസി വഫ, നിറവേറ്റിയവനായ, കടമകളൊക്കെ നിറവേറ്റിയവനായ. വ ഇബ്രാഹിം അല്ലസി വഫ, നിറവേറ്റിയവനായ ഇബ്രാഹിമിൻ്റെയും. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സൃഷ്ടാവിനാണ്. ആരൊക്കെയാണ് തഖ്വയിൽ ജീവിക്കുന്നത്, ആരൊക്കെയാണ് അങ്ങനെ അല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നത്, എല്ലാം അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. ശേഷം അള്ളാഹു പറയുന്നത് അഫറ ഐത്തല്ലസി തവല്ല, തിരിഞ്ഞു കളയുന്നവനെ, പിന്മാറുന്നവനെ താങ്കൾ കണ്ടുവോ. വ അത്ത ഖലീലൻ വ അഖ്ദ, കുറച്ച് മാത്രം നൽകുകയും പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തു. ഇത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒക്കെയുള്ള പല ആളുകളും കടമകളൊക്കെ നിറവേറ്റുമ്പോൾ കുറച്ച് മാത്രം ചെയ്യും, ബാക്കിയുള്ളതൊന്നും ചെയ്യൂല. അതായത് പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും, മറ്റുള്ളത് ചെയ്യൂല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിസ്കരിക്കാൻ എല്ലാവരും താല്പര്യം കാണിക്കും, കാരണം അതിന് വേറെ ചിലവൊന്നുമില്ല. അതേസമയത്ത് സക്കാത്ത് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ നന്നായിട്ട് നിസ്കാരമൊക്കെ നിലനിർത്തുന്ന ആളുകൾ പോലും ചില ആളുകൾ അതിൽ നിന്ന് പിന്മാറും. ഹജ്ജൊക്കെ ചെയ്യേണ്ട കാര്യം വരുമ്പോൾ പല ആളുകളും പിന്മാറും, കാരണം അതിനൊക്കെ പൈസ ചിലവുണ്ട്. അതേസമയത്ത് നിസ്കാരത്തിന് അങ്ങനെയുള്ള ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിസ്കാരം കൃത്യമായിട്ട് നിലനിർത്തും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള കടമകളൊക്കെ നിറവേറ്റും, അവർക്ക് താല്പര്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. ഈ സൂപ്പർ മാർക്കറ്റ് നയം അത് പരിശുദ്ധ ഖുർആനോട് പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളും പല നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് താല്പര്യമുള്ളതൊക്കെ ഇങ്ങനെ എടുക്കുക, നമുക്ക് താല്പര്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക, അങ്ങനെ പറ്റില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അങ്ങനെയാണല്ലോ. ആ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സംഗതികളും നമ്മൾ വാങ്ങിയിട്ട് നമ്മളെടുത്തിട്ട് നമ്മുടെ കൊട്ടയിലേക്ക് ഇടൂല. നമുക്ക് ആവശ്യമുള്ളതേ ഇടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ വെക്കും. ഇതേപോലെ നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൽ ചിലതൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടുക, ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ വെക്കുക. അതൊന്നും സ്വീകരിച്ചാൽ ശരിയാവില്ല, അതൊന്നും എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ ചിലതൊക്കെ സ്വീകരിക്കുകയും ചിലതൊക്കെ അവിടെ തന്നെ വെക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസി മുഴുവനായിട്ടും അംഗീകരിക്കണം, സ്വീകരിക്കണം, ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ ഇവിടെ ചില ആളുകളുടെ പ്രത്യേകത പറയാണ്, അവർ ചിലതൊക്കെ നിറവേറ്റും, ചിലതൊക്കെ ഒഴിവാക്കും. വ അഅ്ത, അവൻ കൊടുക്കുകയും ചെയ്തു, ഖലീലൻ, കുറച്ച് മാത്രം, വ അഖ്ദ, പിന്നെ അത് നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ചില കടമകളൊക്കെ അവൻ നിറവേറ്റുന്നുണ്ട്, എന്നാൽ പലതും കുറച്ചൊക്കെ നിറവേറ്റിയിട്ട് അത് നിർത്തിവെക്കുന്നുണ്ട്. അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ, അവൻ്റെ അടുക്കൽ വല്ല അദൃശ്യജ്ഞാനവുമുണ്ടോ, മറ്റുള്ള ആളുകൾക്കൊന്നും കിട്ടാത്ത വല്ല അബൗദികമായ അറിവും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വല്ല അദൃശ്യമായ അറിവും അവന് മാത്രം കിട്ടിയിട്ടുണ്ടോ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഈ രൂപത്തിലൊക്കെ ചെയ്താൽ മതി എന്ന രൂപത്തിൽ അവർക്ക് വല്ല മറ്റുള്ള ആളുകൾക്കൊന്നും കിട്ടാത്ത അദൃശ്യമായ വല്ല അറിവും അവർക്ക് മാത്രം കിട്ടിയിട്ടുണ്ടോ, അതുകൊണ്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത്. അം ലം യുനബ്ബ ബിമാ ഫി സുഹഫി മൂസ വ ഇബ്രാഹിം അല്ലസി വഫ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് വിവരമറിയിച്ചിട്ടില്ലേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ
അത് തൗറാത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വേദഗ്രന്ഥം അത് ചില ഏടുകളാണെന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു സ്ഥലത്തും അതേപോലെ സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗത്തും ഈ 2 സ്ഥലങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വേദഗ്രന്ഥം ഇന്ന് നിലനിൽക്കുന്നില്ല, അതിൻ്റെ യാതൊരു രൂപവും ഇന്ന് കാണുന്നില്ല. പക്ഷെ തൗറാത്ത് രൂപഭേദം വന്ന രൂപത്തിൽ, അതിൽ മാറ്റത്തിരുത്തലുകൾ വന്ന രൂപത്തിൽ ഇന്ന് ലോകത്ത് കാണാൻ പറ്റും. ഏതായാലും ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈ ആളുകൾക്കറിയില്ലേ? തീർച്ചയായിട്ടും മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞിട്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത്? അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതവർ മനസ്സിലാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കിയിട്ടും അതിനെതിരെ ജീവിക്കുകയാണ് എന്നാണ് ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് എല്ലാ ആളുകൾക്കുമുള്ള താക്കീതാണ്. പക്ഷേ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ഇത് വലീദ് ബിൻ മുഗീറ, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ കേട്ട് അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് അനുഭാവം ഉണ്ടായി. ഇസ്ലാം സ്വീകരിക്കാം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ മുശ്രിക്കുകളിൽ പല ആളുകളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? താങ്കളൊക്കെ അതിലേക്ക് പോവുകയാണോ എന്ന രൂപത്തിലൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരലോകത്തെ പേടിയാണ്. അപ്പോൾ മുശ്രിക്കുകളിൽ ഒരാൾ പറഞ്ഞു, താങ്കളുടെ ആ ഒരു പരലോക ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, എനിക്ക് കുറച്ച് ക്യാഷ് തന്നാൽ മതി, കുറച്ച് പൈസ തന്നാൽ മതി, ഞാൻ താങ്കൾക്ക് പകരമായിട്ട് ആ ഒരു പരലോകത്തുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. വലീദ് ബിൻ മുഗീറ അത് സമ്മതിച്ചു. അദ്ദേഹത്തിന് കുറച്ച് കാശും കൊടുത്തു. പിന്നെ ബാക്കി കൊടുത്തില്ല. ഈ ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത്. വ ആത്ത ഖലീലൻ വ അഖ്ദ, കുറച്ച് കൊടുത്തു പിന്നെ നിർത്തി വെച്ചു എന്ന് പറയുന്നത് ആ ഒരു വലീദ് ബിൻ മുഗീറയുടെ സംഭവമാണ് എന്നതാണ് പല റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ആയത്തുകൾ ഇറങ്ങിയത് ആ സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അതായത് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നു, നിർദ്ദേശങ്ങൾ പറയുന്നു, നിയമങ്ങൾ പറയുന്നു. അത് എല്ലാം സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എല്ലാ കടമകളും നമ്മൾ നിറവേറ്റണം. അതല്ലാതെ നമുക്ക് തോന്നിയത്, നമുക്ക് ഇഷ്ടമുള്ള ചിലതൊക്കെ നിറവേറ്റുന്നു, ചിലതൊക്കെ ഒഴിഞ്ഞു മാറുന്നു, അത് ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അഫർ ഐത്തല്ലസി തവല്ല വ ആത്ത ഖലീലൻ. ഖലീലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇത് കാമ്പി കുന്ന. അപ്പോൾ ഖലീലം വ വ അഖ്ദ. അഖ്ദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ അഖ്ദ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. പക്ഷേ അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ, അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമല്ല. അതിനെ സൂചിപ്പിക്കാനാണ് ആ അഖ്ദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു മദ്ദിൻ്റെ ഒരു വിലങ്ങനെയുള്ളൊരു വരണ്ടല്ലോ, അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിർത്താതെ ഓതുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം, അതായത് വ അഖ്ദ ഇൻദഹു എന്ന രൂപത്തിൽ പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ തന്നെ അവിടെ പാരായണം ചെയ്തിട്ട് ചേർത്തി ഓതും ചെയ്യാം. 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെന്ന് നിർബന്ധമല്ല, അങ്ങനെ ആവാമെന്നേ ഉള്ളൂ. ഇൻദഹു, ദാലിൻ്റെ മുമ്പ് സുക്കൂന് അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, ആ നൂനിനെ വെളിവാക്കരുത്. ഇൻദഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീറാണ്. ആ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാനാണ് ചെറിയ വാവ അവിടെ കൊടുത്തത്. അപ്പോൾ ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ. യറ എന്നുള്ളതിൻ്റെ അവസാനത്തിലും നേരത്തെ പറഞ്ഞ പോലെ നോക്കൂ, അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ യറ എന്ന് പറഞ്ഞ് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നിർത്തിയാൽ മതി. അതേസമയം അടുത്ത ആയത്തിലേക്ക് പാരായണം ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ അവിടെ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ ആവാം. അപ്പോൾ അങ്ങനെ ഓതുന്നവർ ഫഹുവ യറ അംലം എന്ന രൂപത്തിൽ ഓതാം. അല്ലെങ്കിൽ ഫഹുവ യറ അംലം 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിലാണെങ്കിലും അങ്ങനെ ഓതുന്നതിൽ യാതൊരു തെറ്റുമില്ല. അടുത്ത ആയത്ത് അംലം യുനബ്ബ ബിമാ ഫി സുഹഫി മൂസ വ ഇബ്രാഹിമ. ഇബ്രാഹിമ എന്ന് പറയുമ്പോൾ ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം, കുറച്ച് കട്ടിയിൽ പറയാം. ഇബ്രാഹിമ എന്ന് പറഞ്ഞാൽ പറയാം. ബ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. 5 അക്ഷരങ്ങൾക്കാണ് പ്രത്യേകത ഉള്ളത്. കുത്തുബുജത് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനൊന്ന് വെളിവാക്കി പറയണം, കുറച്ച് എടുത്ത് പറയണം. വ ഇബ്രാഹിമ, ഇബ്രാഹിമ അല്ലസി വഫ. വഫ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നോക്കൂ,
അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നിർത്തിയാൽ മതി. പക്ഷേ അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ അടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസ ആയതുകൊണ്ട് വഫ എന്ന് പറഞ്ഞിട്ട് 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വേണമെങ്കിൽ നീട്ടാം. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫറഅയ്തല്ലസീ തവല്ലാ വഅഅതാ ഖലീലൻ വഅഖ്ദാ അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീമല്ലസീ വഫാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അഫറഅയ്ത താങ്കൾ കണ്ടുവോ, നീ കണ്ടുവോ, എന്തിനെ, ആരെ, അല്ലസീ തവല്ല. അപ്പോൾ അല്ലസീ തവല്ല എന്നുള്ള ഭാഗമാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ കർമ്മം. ഇതൊരു ഒന്നിച്ചുള്ളൊരു പദപ്രയോഗം ആയതുകൊണ്ട് ഒറ്റ ഇസ്മല്ലല്ലോ. അല്ലസീ തവല്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഇസ്മല്ല. ഒറ്റ ഇസ്മാണെങ്കിൽ അവിടെ നമുക്ക് നെസ്ബ് കൊടുക്കാൻ പറ്റും. ഇത് അല്ലസീ തവല്ല എന്നാകുമ്പോൾ അങ്ങനെ നെസ്ബ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. ഒറ്റ ഇസ്മൊക്കെ ആണെങ്കിൽ ഫത്ത് കൊണ്ടോ ഫത്ത് തൻവീൻ കൊണ്ടോ ഒക്കെയാണ് സാധാരണഗതിയിൽ അധികവും അത് കാണിക്കുക. ഇനി അഫറഅയ്ത താങ്കൾ കണ്ടുവോ, അപ്പോൾ അവിടെ ഫായിൽ ആരാണ്? താങ്കൾ. ആ അവസാനത്തെ താ ഉണ്ടല്ലോ, അഫറഅയ്ത എന്ന് പറഞ്ഞാൽ താ, അതാണ് അവിടെ ശരിക്ക് ഫായിൽ. വഅഅതാ ഖലീലൻ വഅഖ്ദാ അഇൻദഹു ഇൽമുൽ ഗൈബി. ഇൽമുൽ ഗൈബ് എന്ന് പറയുമ്പോൾ അദൃശ്യജ്ഞാനം, അബൗദ്ധിക അറിവ്, അബൗദ്ധിക ജ്ഞാനം. അപ്പോൾ ആ ഇൽമ് എന്നുള്ളതിനെ ഗൈബിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുളാഫുൻ ഇലൈഹി എന്ന് പറയും. ഈ മുളാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ട് ഇൽമുൽ ഗൈബി അവസാനത്തിൽ കസ്റിടാനുള്ള കാരണം ആ ഗൈബ് എന്നുള്ളത് മുളാഫുൻ ഇലൈഹി ആയതുകൊണ്ടാണ്. സാധാരണ നമ്മൾ പറയുന്നൊരു ഉദാഹരണം ഉണ്ടല്ലോ, ബാബുൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. അപ്പോൾ ബാബുൽ ബൈത്തി എന്നാണ് പറയുക. അതേപോലെ ഇവിടെ ഇൽമുൽ ഗൈബി അദൃശ്യത്തിൻ്റെ അറിവ്, അദൃശ്യജ്ഞാനം, അദൃശ്യത്തിൻ്റെ അറിവ്, അബൗദ്ധികമായ അറിവ്. ഫഹുവയറ അം ലം യുനബ്. ലമ്മ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു മുലാരിയായിട്ടുള്ള ക്രിയ വരുമ്പോൾ ആ മുലാരിയായിട്ടുള്ള ക്രിയക്ക് എപ്പോഴും ജസ്മ് കിട്ടും. ഇപ്പോൾ കത്തബ എന്നുള്ളതിൻ്റെ മുലാരി എന്താണ്? യക്തുബു എന്നല്ലേ. യക്തുബു എന്നുള്ളതിന് മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ്, അവസാനത്തിൽ ജസ്മ് കിട്ടും. അതായത് സുക്കൂന് കൊടുത്തിട്ടാണ് അവിടെ ജസ്മിനെ കാണിക്കുക. ഇവിടെ നോക്കൂ, യുനബ്ബ ഉ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നപ്പോൾ ലം യുനബ്ബ എന്നായി, അവസാനത്തിൽ സുക്കൂൻ ഇട്ടു, ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിമാ ഫീ സുഹുഫി. സുഹുഫ് എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫീ വന്നു. ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് ഫീ സുഹുഫി അവസാനത്തിൽ കസ്റിട്ടിട്ട് ആ ജറിനെ കാണിച്ചു. ഫീക്ക് ശേഷം ഇസ്മു വന്നാൽ അതിന് ജറ് കിട്ടണം. സുഹുഫി മൂസ എന്ന് പറഞ്ഞാൽ മൂസായുടെ ഏടുകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ മുലാഫുൻ ഇലൈഹിയാണ് ഇവിടെയും. സുഹുഫ് എന്നുള്ളത് മുലാഫാണ്, മൂസ എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയാണ്. ഈ മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ മൂസ എന്നുള്ളതിന് ജറ് കൊടുക്കാൻ വേണ്ടി അവിടെ അവസാനത്തിൽ കസ്റിടാനൊന്നും പറ്റില്ല. അതിൻ്റെ അവസാനത്തിൽ മൂസ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത ഒരു യാ ഉണ്ട്, അതിന് അലിഫ് മക്സൂറ എന്നാണ് പറയുക. അത്തരം യാ വന്നു കഴിഞ്ഞാൽ അവിടെ ആ എന്നുള്ള ഉച്ചാരണമാണ്, പക്ഷേ യാ ആണ് അവിടെ. അത്തരം അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറെ അതിന് ഹർക്കത്ത് മാറ്റാനൊന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ മൂസ എന്നുള്ളതിനെ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. വ ഇബ്രാഹീമ, ആ മൂസായിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇബ്രാഹീമിൻ്റെയും എന്ന് പറഞ്ഞാൽ ഇബ്രാഹീമിൻ്റെയും ഏടുകളിൽ. അപ്പോൾ ആ ഇബ്രാഹീം എന്നുള്ളത് മൂസ എന്നുള്ളതിലേക്ക് മഅത്തൂഫ് എന്ന് പറയും, ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ആ മൂസ എന്നുള്ളതിന് ഏത് അടയാളമാണോ ഏത് ഇറാബാണോ അത് തന്നെ ഇബ്രാഹീം എന്നുള്ളതിനും കിട്ടണം. പക്ഷേ ഇവിടെ ഇബ്രാഹീമി എന്ന് എഴുതിയിട്ടില്ല. കാരണം എന്താണ്? ഇബ്രാഹീം എന്നുള്ളതും അതൊരു ആ രൂപത്തിൽ കസ്ർ കൊടുക്കാൻ പറ്റാത്ത ഒരു ഇസ്മാണത്. അതിന് അങ്ങനെ തന്നെ ഇബ്രാഹീമ എന്ന് എഴുതാനേ പറ്റുള്ളൂ. അല്ലസീ വഫ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.